ലഞ്ച് നമ്മൾ 1980s കഴിക്കാമെന്നുള്ളൊരു പ്ലാനിലാണ് വന്നത്. ഇവിടത്തേക്ക് വേണ്ടി വന്നതായിരുന്നില്ല, പക്ഷേ ഇവിടുന്ന് കഴിച്ചിട്ട് പോവാം. നല്ല അന്തരീക്ഷമല്ലേ. ഈ ഒരു ആംബിയൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ബ്രൈറ്റും അല്ല, ഒരു ഇരുടായിട്ടുള്ള. പിന്നെ തിരക്കൊന്നുമില്ല. ഒരു പാൽ പൊറോട്ട എടുക്കാടാ. നിങ്ങളല്ല ഓർഡർ ചെയ്താ? ഞാൻ മറ്റേ പാൽ പൊറോട്ട മാത്രമേ വാങ്ങിക്കുള്ളൂ. ഒന്ന് മതി, ബാക്കി വേറെ വേറെ പറയാം. ഒരു പാൽ പൊറോട്ട, ബീഫ്, പൊള്ളിച്ച ബിരിയാണി ചിക്കൻ, 4 നെയ്പ്പത്തിൽ, ഒരു പ്രോൺസ് പുട്ട്, ഒരു ബീഫ് ഫെറട്ട്, ഒരു മിനിറ്റ് ഞാൻ ബ്ലാക്ക്. ഇവിടെ ഇപ്പോൾ സർവീസ് ഇല്ല. ഞാൻ ഇതിന് മുന്നേ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് എനിക്ക് ഫുഡ് അത്ര സാറ്റിസ്ഫൈഡ് ആയില്ല. പക്ഷേ നല്ല നല്ല രസമല്ലേ പഴയൊരു വീടിനെ ഈ ഒരു സെറ്റപ്പിലേക്ക് ആക്കിയ, വലിയ എക്സ്പെൻസ് ഒന്നും ഇല്ലാണ്ട്. എങ്ങനെയുണ്ട് ഐഡിയ അല്ലേ? ഇങ്ങനത്തെ ബിസിനസ് ഐഡിയാസൊക്കെ അടിപൊളിയാണ്. പിന്നെ ഇത് അബുസലിമിൻ്റെ ആയതുകൊണ്ട് അതിൻ്റെ ഒരു റീച്ച് ഇവിടെ കിട്ടും. അതിൻ്റെ ബാക്കിൽ എന്തോ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ പ്രോൺസ് പുട്ട്, ഇതെന്തായിരുന്നു? പൊള്ളിച്ച ബിരിയാണി, അങ്ങനെ എന്തോ ഒന്ന്. പാൽ പൊറോട്ട, നെയ്പത്തിരി, അപ്പുറത്തെ എന്താ ബീഫ്. ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പം നമുക്ക് ഫസ്റ്റ് പ്രോൺസ് പുട്ടിൽ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ മുഴുവൻ ഇടട്ടെ? കുറച്ചേ ഉള്ളൂ പ്രോൺസ്. ടു ഹോട്ട്. പിന്നെ എടുക്കാം, ടേസ്റ്റ് നോക്കാം. ഈ ഒരു കറിയുടെ ഒരു ഗ്രേവി അളവ് വെച്ചിട്ട് പുട്ട് കഴിക്കാൻ പറ്റില്ല. കുറച്ചുകൂടെ ഗ്രേവിയാണ്. ടേസ്റ്റ് ഉണ്ട്. ഗ്രേവി കുറവാണ്, അപ്പം പുട്ട് കഴിക്കാൻ ബുദ്ധിമുട്ടാണ്, തൊണ്ടൊക്കെ പിടിക്കും. നമ്മൾ ഈ പ്രോൺസും കടുക്കൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ ഇത് കണ്ടോ, ഈ സാധനം വൃത്തിയാക്കിയിട്ടില്ല എങ്കിൽ നമുക്ക് നല്ല വയറുവേദന എടുക്കും. സോ അത് ശ്രദ്ധിക്കണം. അപ്പാടെ വെട്ടി വിഴുങ്ങാൻ നിൽക്കരുത്. പറ്റുന്ന പോലെ അത് ക്ലീൻ ചെയ്യാൻ നോക്കണം. അപ്പോൾ ബീഫും നെയ്പത്തിരിയും ട്രൈ ചെയ്ത് നോക്കാം. ഇത് എന്തെന്ന് എനിക്കും അറിയില്ല. പൊള്ളിച്ച ബിരിയാണി, മുട്ടയൊക്കെ ഉണ്ട്. ഓക്കെ, പാൽ പൊറോട്ട തുറന്നു നോക്കാലോ. ഇതിൻ്റെ ഉള്ളിൽ ചിക്കൻ ആണോ? വായിൽ വെള്ളം വരുന്നു. തേങ്ങ
പീസ് അല്ലായിരുന്നു. കുഴപ്പമില്ല. മസാല അല്ല, തേങ്ങ. ഞാൻ എടുത്തിട്ടില്ലല്ലോ. അപ്പം നമ്മൾ ഓർഡർ ചെയ്തത് പൊള്ളിച്ച ബിരിയാണി, ചിക്കൻ ബിരിയാണി, ചട്ടി പാൽ പൊറോട്ട, പത്തിരി, ബീഫ്, പിന്നെ പ്രോൺസ് പുട്ട്. അപ്പോൾ ഇതിൽ പ്രോൺസ് പുട്ടാണ് കമ്പാരിറ്റീവ്ലി അടിപൊളി. ബാക്കിയൊക്കെ ഒരു ആവറേജ് അത്രയേ ഉള്ളൂ. സോ പ്രോൺസ് പുട്ട് വീണ്ടും ഓർഡർ ചെയ്തു. അപ്പോൾ നമ്മുടെ സെക്കൻഡ് പ്രോൺസ് പുട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഒരു ഏകദേശ സ്വഭാവം മനസ്സിലായല്ലോ. അപ്പോൾ നല്ല ചൂടുള്ള സാധനം അതിനെ പൊട്ടിച്ച് അതിൻ്റെ ആവിയൊക്കെ പോകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് എല്ലാ ചെമ്മീനും എടുത്ത് നമുക്ക് വൃത്തിയാക്കാം. എന്നിട്ട് തിന്നാം. 6 ചെമ്മീന, 5 ചെമ്മീനേ ഉള്ളൂ. അപ്പോൾ ഇവിടെ വന്ന് ഫുഡ് കഴിക്കുമ്പോൾ വിത്ത് ഗുഡ് ഫുഡ് നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ പല സെലിബ്രിറ്റീസിനെയും കാണാം, അവരുടെ കൂടെ ഒരു ഫോട്ടോയും എടുക്കാം.